Okay, now we are going to discuss the chapter number 3 from Aristotle's Poetics. Okay, in this chapter number 3, what he want to tell to us? എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ 1 നമ്മൾ പറഞ്ഞു കണ്ടു. ചാപ്റ്റർ നമ്പർ 2 മീഡിയത്തെ കുറിച്ച് പറഞ്ഞു, ദെൻ ആൻഡ് ഒബ്ജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞു. ദെൻ വെൻ ഇറ്റ് കംസ് ചാപ്റ്റർ നമ്പർ 3, he discussed the various manners or differences in manners in different poets. അല്ലേ, പല പോയിറ്റും തമ്മിലുള്ള ഹൗ ദേ റെപ്രസെൻറ്റഡ് ദെയർ ആക്ഷൻസ്, ഹൗ ദേ ഇമിറ്റേറ്റഡ് their actions or their emotions. Okay, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അരിസ്റ്റോട്ടിൽ യൂസസ് എക്സാമ്പിൾസ് ഓഫ് പോയറ്റ്സ് ആൻഡ് പ്ലേ റൈറ്റ്സ് ടു ഇല്ലസ്ട്രേറ്റ് ദ ഡിഫറൻസ് ഇൻ മാനർ. അരിസ്റ്റോട്ടിൽ പറഞ്ഞതിൽ അരിസ്റ്റോട്ടിൽ വാണ്ടഡ് ടു എക്സ്പ്രസ് ഓർ എക്സാമ്പിൾസ്, അരിസ്റ്റോട്ടിൽ വാണ്ടഡ് ടു യൂസ് എക്സാമ്പിൾസ് ഓഫ് പോയറ്റ്സ്. ഇയാൾ പോയിറ്റിനെ കുറിച്ച് കമ്പയർ ചെയ്യാണ്, രണ്ട് പോയിറ്റിനെ കുറിച്ച് കമ്പയർ ചെയ്യാണ്, ഹൗ ദെയർ മാൻ ഡിഫറൻഷിയേറ്റ്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ പോയറ്റ്സിൻ്റെ പേരിലൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. ഇൻ വിച്ച് mode he has to differentiate. Okay, then first one, A, Homer and Sophocles, noble characters. First he wanted to express how the character is differentiated, how the character is differed from one another. From what about Sophocles and what Homer? We know that Homer is an epic poet. So what is similarity between these two poets? Homer and Sophocles both portray higher types of characters. We know that they both prefer, or they both portray, or they both represented the higher type of characters. അല്ലേ, അവരുടെ ക്യാരക്ടേഴ്സ് എന്താ എപ്പോഴും എന്തായിരിക്കും, ദേ ആർ നോബിൾ വൺസ്, ഓർ ദേ ആർ റിച്ചസ് വൺ, ഓർ ദേ ആർ സ്ട്രോങ്ങർ. അല്ലേ, അവരെപ്പോഴും നല്ല ഒരു ഹയർ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിന് ആര് പോർട്രേ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്? ഹോമർ ആയിക്കോട്ടെ ആൻഡ് ഓൾസോ സോഫോക്ലിസ് ആയിക്കോട്ടെ. സോ ഹോമർ ഡസ് ദിസ് ത്രൂ നെറേറ്റീവ് പോയട്രി ഇൻ എപ്പിക്സ് ലൈക്ക്. അല്ലേ, എങ്ങനെയാണ് ഹോമർ ഈ സാധനം റെപ്രസെൻ്റ് ചെയ്തത്? ത്രൂ ഹിസ് നെറേറ്റീവ് പോയട്രി ലൈക്ക് എപ്പിക്, ഇലിയഡ് ആൻഡ് ദ ഒഡീസി. അല്ലേ, ഇലിയഡിലാണെങ്കിൽ എക്ലിസും ഒഡീസിയിലാണെങ്കിൽ ഒഡീസിയസും. സോ എപ്പിക്സ് ലൈക്ക് ദ ഇലിയഡ് ആൻഡ് ദ ഒഡീസി വെർ നോബിൾ ഹീറോസ് ലൈക്ക് എക്കിലസ് ഓർ ഒഡീസിയസ് ഫേസ് എക്സ്ട്രാ ഓർഡിനറി ചലഞ്ചസ്. നമുക്കറിയാം ഒഡീസിയസ് ആയാലും അതുപോലെ തന്നെ ഇലിയഡിലെ എക്കിലസ് ആയാലും ഒരുപാട് ചലഞ്ചസ് അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ ഹി റെപ്രസെൻറ്റ് ഹിസ് ക്യാരക്ടേഴ്സ് ത്രൂ ഹിസ് നരേറ്റീവ് പോയട്രി ലൈക്ക് എപ്പിക് ഇൻ എലിയഡ് ആൻഡ് ഒഡീസി. Then when it comes to tragedy, Sophocles achieved this through tragedy. അല്ലേ, സോഫോക്ലിസ് എങ്ങനെ അച്ചീവ് ചെയ്ത് എങ്ങനെയാണ്? ത്രൂ ട്രാജഡിയോടാണ് എന്ത് ഈ സംഭവം അച്ചീവ് ചെയ്തത്. എന്താണ് അച്ചീവ് ചെയ്തത്? ഹി ഇൻ മാനർ ഇൻ നോബിൾ ക്യാരക്ടേഴ്സ്, ഷോയിങ് നോബിൾ ക്യാരക്ടേഴ്സ് ലൈക്ക് ഈഡിപ്പസ് ഓർ ആൻറ്റിഗൺ കൺഫ്രണ്ടിങ് മോറൽ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ഡയലമാസ്. ഇതൊക്കെ ആ ഈ ടെക്സ്റ്റുകൾക്ക് പറയുന്നതാണ് കേട്ടോ, മറന്നുപോകാതെ. ഈ ടെക്സ്റ്റുകളുടെ പേരുകളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അരിസ്റ്റോട്ടിൻ്റെ പോയറ്റിക്സിൽ. സോ ഒക്കെ നോട്ട് ചെയ്യണം. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻ സോഫോക്ലിസ് എന്താണ്, സോഫോക്ലിസിൻ്റെ രണ്ട് വർക്കുകൾ, ഒന്ന് ആൻറ്റിഗണും ദെൻ അനദർ വൺ ഈഡിപ്പസ് റെക്സും. ഈ രണ്ട് വർക്കുകളിലും എന്താ ചെയ്യുന്നത് ഇയാൾ? ഹി വാണ്ടഡ് ടു എക്സ്പ്രസ് ഹിസ് ക്യാരക്ടേഴ്സ് ഇൻ ഹിസ് ട്രാജഡി ലൈക്ക് ഹയർ ടൈപ്പ് ക്യാരക്ടേഴ്സ്. ഇൻ ദീസ് ടു വർക്ക്സ്, ഈഡിപ്പസ് റെക്സ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ക്യാരക്ടർ ആയിക്കോട്ടെ, ദേ ആർ ഗോയിങ് ത്രൂ ഡിഫറെൻറ്റ് ചലഞ്ചസ് ആൻഡ് ദേ സഫേർഡ് എ ലോട്ട്. അല്ലേ, ഒരുപാട് സഹിക്കുന്നുണ്ട് ഈ വർക്കുകളൊക്കെ. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമർ ആൻഡ് സോഫോക്ലിസ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ദ നെക്സ്റ്റ് ഹി കമ്പയർ സോഫോക്ലിസ് ടു അരിസ്റ്റോഫെനസ്. നെക്സ്റ്റ് വൺ ഹി കമ്പയർ സോഫോക്ലിസ് ടു അരിസ്റ്റോഫെനസ്. വേണത് എന്ത് അടുത്ത കമ്പാരിസൺ വരുന്നത്? വാട്ട് ഇൻ ആക്ഷൻ ആൻഡ് ഡ്രാമ. ഹോമറും സോഫോക്ലിസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇൻ ഇൻ ക്യാരക്ടേഴ്സിനാണ് അവർ ഡിഫറൻസ് ചെയ്തിരിക്കുന്നത്. when it comes to Sophocles and Aristophanes, the difference in action and drama. Okay, what is similarity between Sophocles or Aristophanes? What is similarity in the Sophocles? He was a tragedian in Greek and Aristophanes was a Greek comedian. അല്ലേ, ഒരു കോമഡി റൈറ്റർ ആയിരുന്നു അരിസ്റ്റോഫെനസ്. ലൈക്ക് ക്ലൗഡ്സ്, ദ വർക്ക് ക്ലൗഡ്സും കാര്യന്ന വർക്കല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അരിസ്റ്റോഫെനസ് വാസ് എ കൊമേഡിയൻ, ഇസ് എ കോമഡി റൈറ്റർ. ആൻഡ് വാട്ട് അബൌട്ട് Sophocles? Sophocles was a tragedian. Who are the other tragedians in Greek classicism, in Greek literature? Sophocles, Euripides, Aeschylus. അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന 3 ട്രജേഡിയൻസ് ആണ് സോഫോക്ലിസ്, യൂറിപ്പിഡസ് ആൻഡ് എസ്കിലസ്. ദെൻ ബോത്ത് ഫോക്കസ് ഓൺ ക്യാരക്ടേഴ്സ്, ആക്ടിങ് ആൻഡ് ഡൂയിങ്. നമുക്കറിയാം കോമഡി ആയാലും ട്രാജഡി ആയാലും അവർ ഫോക്കസ് എന്തിലേക്ക് തന്നെയാണ്? അവരുടെ ക്യാരക്ടേഴ്സിലേക്ക് ഫോക്കസ് ചെയ്യണം, ആൻഡ് ആക്ഷൻസ് ആൻഡ് ഡൂയിങ് ഇതിലേക്ക് അവർ ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ദേ ഡിഫർ ഇൻ വൺ തിങ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് തിങ്സ്? Sophocles characters face serious and tragic situation. അല്ലേ, സോഫോക്ലിസിൻ്റെ ക്യാരക്ടേഴ്സ് എപ്പോഴും എന്തായിരിക്കും? they is very serious and they have suffered a lot, or they have to face the tragic
situations in their life, where their actions lead to profound consequences. Example, Oedipus discovering his fate. Oedipus ഒക്കെ അവസാനം തൻ്റെ ഫേറ്റ്, തൻ്റെ വിധി സ്വയം അയാളിനെ വരുത്തരുന്ന വിധിയാണ് അല്ലേ, അങ്ങനെ സംഭവമാണ് ഈഡിപ്പസ് റെക്സിലൂടെ പറയുന്നത്. സോ സോഫോക്ലിസ് ക്യാരക്ടേഴ്സ് ഫേസ് സീരിയസ് ആൻഡ് ട്രാജിക് സിറ്റുവേഷൻസ്. When it comes to Aristophanes, what about his action drama? Aristophanes' characters often engage in humorous or exaggerated or satirical actions that highlight the absurdities of life, like the clouds. ക്ലൗഡ്സിലെ പറയുന്നതാണ് absurdities of life കുറിച്ചാണ് ക്ലൗഡ്സിലെ പറയുന്നത്. So he says that Aristophanes' characters often engage in humorous, exaggerated or satirical actions. അവരെപ്പോഴും കൊടുക്കുന്ന എന്തിനാണ്, ഹ്യൂമറിനാണ് അവർ എന്ത് ചെയ്യുന്നത്, എപ്പോഴും പ്രധാനം കൊടുക്കുന്നത്. ബട്ട് ഇൻ ട്രാജഡി, ഇൻ സോഫോക്ലിസ്, ഹി ഓൾവേസ് ഫേസ് വാട്ട് ഹിസ് ക്യാരക്ടേഴ്സ് ഫേസ് സീരിയസ് ആൻഡ് ട്രാജിക് സിറ്റുവേഷൻസ് ഇൻ ഹിസ് ലൈഫ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ he wanted to compare the drama or why it is called drama. The term drama he wanted to mention here. Comparison of summary. From one perspective, Sophocles is similar to Homer because both portray noble characters. ഒരു സിമിലാരിറ്റി എന്താണ്, സോഫോക്ലീസും ഹോമർ തമ്മിൽ എന്താണ്, ബോത്ത് പോർട്രേസ് നോബിൾ ക്യാരക്ടേഴ്സ്. അവർ രണ്ടുപേരും പോർട്രേ എന്തിനാണ്, നോബിൾ ക്യാരക്ടേഴ്സിന് പോർട്രേ ചെയ്ത്. വൺ ഈസ് ഇൻ നരേറ്റീവ് പോയട്രി ആൻഡ് അതർ വൺ ഈസ് ഇൻ ട്രാജഡി. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. When it comes to Sophocles, it's like Aristophanes because both present characters, thought, action, not narration. ഇവർ രണ്ടും കൂടുതൽ എന്താണ്, ദേ ബോത്ത് പ്രസൻറ്റ് ക്യാരക്ടേഴ്സ് ത്രൂ ആക്ഷൻസ് ആണ് അല്ലേ, ആക്ഷൻസിലൂടെ രണ്ടാളും പ്രസൻറ്റ് ചെയ്ത്. ബട്ട് ദേ ഹാവ് ഡിഫറൻസ്. വാട്ട് ഡിഫറൻസ്? വൺ ഈസ് പ്രസൻറ്റഡ് ത്രൂ സീരിയസ് ആക്ഷൻസ് ആൻഡ് അതർ വൺ ഈസ് പ്രസൻറ്റഡ് ridiculous actions or flows actions. Then next Aristotle wanted to present what is drama. The term drama, definition of the drama, the word drama comes from the Greek word dran, which means to do or to act. ഇതാണ് ആൾ പറയുന്ന രണ്ട് വേർഡുകൾ. Drama represents action. It depicts characters actively involved in events, whether through speech, movement or interaction with others. ഇതാണ് ഡ്രാമയുടെ ഒരു ഡെഫിനിഷനായിട്ട് പറയുന്നത്. ഡ്രാമ റെപ്രസെൻറ്റ് ആക്ഷൻ. ഇറ്റ് ഓൾവേസ് റെപ്രസെൻറ്റ് ആക്ഷൻ. വി നോ ദാറ്റ് അല്ലേ. ഡ്രാമ എന്താണ്, ഇറ്റ് റെപ്രസെൻറ്റ് ആക്ഷൻസ്. ഇറ്റ് ഡെപ്പിക്ട്സ് ക്യാരക്ടേഴ്സ് ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ ഇവൻറ്റ്സ്. ഒരുപാട് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യും, ഒരുപാട് നമ്മൾ ഇൻവോൾവ് ചെയ്യും. വെദർ ത്രൂ സ്പീച്ച്, അത് സ്പീച്ചിലൂടെ ആവാം, ഓർ മൂവ്മെൻറ്റിലൂടെ ആവാം, ഓർ ഇൻട്രാക്ഷൻ വിത്ത് അതേഴ്സ്, മറ്റുള്ള ഇൻട്രാക്ഷനിലൂടെ ആവാം. Then why it is called drama? Both tragedy and comedy as a forms of drama are concerned with the actions and the movements of characters. ട്രാജഡി ആയിക്കോട്ടെ കോമഡി ആയിക്കോട്ടെ, ബോത്ത് ആർ ആസ് എ ഫോംസ് ഓഫ് ഡ്രാമ. രണ്ട് സാധനം ഡ്രാമയുടെ ഒരു ഫോമുകളാണ്. ആർ കൺസേൺഡ് വിത്ത് ആക്ഷൻസ് ആൻഡ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദി ക്യാരക്ടേഴ്സ്. ദീസ് ട്രാജഡി ആൻഡ് കോമഡി ആർ കൺസേൺഡ് വിത്ത് വാട്ട് ആക്ഷൻസ് ആൻഡ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദി ക്യാരക്ടേഴ്സ്. In a dramatic performance, characters do not just talk about events, they are shown acting them out on stage. അല്ലേ, ഇവരെന്തല്ല ജസ്റ്റ് സംസാരിക്കൽ അവർ ചെയ്യുന്നത്. they are shown action or they are shown acting them out on stage. ഒരു സ്റ്റേജിൽ ആക്ഷൻസ് അല്ലെങ്കിൽ ആക്ടിങ് ആണ് അവരുടെ മെയിൻ ഇവൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ എ ട്രാജഡി ലൈക്ക് സോഫോക്ലിസ് Oedipus Rex, we see Oedipus actively seeking the truth about his origins. അല്ലേ, ഈഡിപ്പസ് ചെയ്യുന്നതാണ് തൻ്റെ ഒറിജിൻ, തൻ്റെ അച്ഛനും അമ്മയും ഈഡിപ്പസിനെ അറിയണം. അങ്ങനെ അത് തേടി പോവാണ്. അല്ലാണ്ട് വെറും ഒരു നരേറ്റീവ്, ഒരു ജസ്റ്റ് ഡയലോഗ്സ് മാത്രമല്ല ഇത് വരുന്നത്. സോ ദാറ്റ് ഈസ് മീനിങ് ഓഫ് ഡ്രാമ. ദ നെക്സ്റ്റ് വൺ ഹി വാണ്ടഡ് ടു എക്സ്പ്ലോർ വേർ ദ ട്രാജഡി ആൻഡ് വേർ ദ കോമഡി ഈസ് ഒറിജിനേറ്റ്സ്. എവിടെ നിന്നാണ് ഈ ട്രാജഡി ആയിക്കോട്ടെ കോമഡി ആയിക്കോട്ടെ ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതാണ് അടുത്തൊരു പോയിന്റ് ആര് പറയുന്നത്, അരിസ്റ്റോട്ടിൽ പോയിന്റ് ഔട്ട് ചെയ്തത്. where it originates. Aristotle mentioned that different cultures and regions claim credit from the ഇൻവെൻഷൻ ഓഫ് ട്രാജഡി ആൻഡ് കോമഡി. അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ എന്തിൻ്റെ ക്ലെയിം ചെയ്യുന്നുണ്ട്, ട്രാജഡി ഞങ്ങൾ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ കോമഡി ഞങ്ങൾ കണ്ടുപിടിച്ചത്, ഒരുപാട് ക്ലെയിം ചെയ്യുന്നുണ്ട്. ബട്ട് അരിസ്റ്റോട്ടിൽ സേസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അരിസ്റ്റോട്ടിലിനെ പറയുന്നുണ്ട്, രണ്ടു ആൾക്കാർ അരിസ്റ്റോട്ടിലിനെ പറയുന്നുണ്ട്. സോ let me see who are the inventors of this one, or who are the originate, who has invented this type of comedy, or who has invented tragedy. Origins of comedy claimed by the Megarians. First on Megarians പറഞ്ഞ ടീമാണ് ആര് പറയുന്നത്, ഞങ്ങളാണ് കോമഡി കണ്ടെത്തിയത് ആര് പറയുന്നത്, മെഗാരിയൻസ് പറഞ്ഞ ടീം പറയുന്നുണ്ട്. ദ പീപ്പിൾ ഓഫ് മെഗാറ, എ റീജിയൻ ഇൻ ancient Greece, claim that comedy originated there. അവർ പറയുന്നതാണ് കോമഡി എന്ന് പറഞ്ഞ ഒരു ഫോം ഒറിജിനേറ്റ് എവിടെ നിന്നാണ്, അവരുടെ മെഗാര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് അവർ പറയുന്നത്. വൈ ദേ ലിങ്ക്ഡ് ദിസ് ടു ദെയർ ഡെമോക്രാറ്റിക് സിസ്റ്റം, suggesting that the humor and freedom of speech in comedy were result of their democratic movement. അവർ പറഞ്ഞത് ഒരു ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഭാഗമായിട്ട് വരുന്ന സാധനം എന്ത്, ഹ്യൂമർ ആൻഡ് ഫ്രീഡം ഓഫ് സ്പീച്ച് ഇൻ കോമഡി. അല്ലേ, ഹ്യൂമർ ആയിക്കോട്ടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഇൻ കോമഡി. ഇത് എവിടുന്ന ആദ്യമായി വരുന്നത്,
from their democratic movement from their country. So they says that comedy is originated from Megara. Okay. Then Epicurus of Sicily. Then also says that most probably comedy is originated from Sicily. അങ്ങനെ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട്. Epicurus was a poet from Sicily who wrote comedic works. That's why he says that comedy is originated from the word Sicily. He is considered to the earlier than Chionides and Magnus, two other early Greek comedic poets. The വേറെ രണ്ട് comedic poets and Magnus and Chionides. Okay, so they are successors of whom? നമ്മുടെ ഇയാൾക്ക് എപ്പിക്കാമസ് ആദ്യം എഴുതുന്ന ആര് പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ദ ക്ലെയിം റെയിൻഫോഴ്സസ് ദ ഐഡിയ ദാറ്റ് കോമഡി മൈറ്റ് ഹാവ് സ്റ്റാർട്ടഡ് ഇൻ സിസിലി ഓർ ദി മെഗാരിയൻ റീജിയൻസ്. ബോത്ത് ഇൻ മോസ്റ്റ് പ്രോബബ്ലി ഫ്രം വേർ, സിസിലിയിൽ നിന്നാണ് ഈ ഒരു കോമഡി എന്ത് ചെയ്ത് ഒറിജിനേറ്റ് എന്നാണ് പറഞ്ഞത് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ആൻഡ് ഓൾസോ ദി ഹാവ് എ ചാൻസ് ഫ്രം ദി മെഗാരിയൻസ്, അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ. സോ മോസ്റ്റ് പ്രോബബ്ലി ഫ്രം വേർ, സിസിലിയിൽ നിന്നാണ് ഈ ഒരു കോമഡി originated എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹി സേസ് ദാറ്റ് മേ ബി ഫ്രം ദി മെഗാരിയൻ റീജിയൻസ്. ദ നെക്സ്റ്റ് വൺ ഹി വാണ്ടഡ് ടു സേ ദാറ്റ് ഫ്രം വേർ ദ ട്രാജഡി ഒറിജിനേറ്റ്സ്, claimed by the Dorians of the Peloponnese. The Dorians, an ethnic group in ancient Greece living in the Peloponnese region, claimed that tragedy originated with them. Tragedy originated from the Peloponnese region. Why do they believe this? The Dorians based their claim on the language used in their region. ഇത് പറയുന്നത് വെച്ചാൽ ട്രാജഡിയിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്? ഫ്രം ദി റീജിയൻ ഓഫ് ഡോറിയൻ. സോ ദാറ്റ്സ് വൈ ദേ സേ ദാറ്റ് ഇറ്റ് ഒറിജിനേറ്റ് ഫ്രം ദെയർ. സ്പെസിഫിക് വേർഡ്സ് റിലേറ്റഡ് ടു ആക്ഷൻ ആൻഡ് പെർഫോമൻസ് വെർ യുണീക്ക് ടു ദെയർ ഡയലക്റ്റ്. അത് അവരുടെ ഡയലക്റ്റുമായിട്ട് ഒരു സാമ്യമുള്ള ഇതാണെന്ത്, ആക്ഷൻസിലായിക്കോട്ടെ പെർഫോമൻസിലായിക്കോട്ടെ യൂസ് ചെയ്യുന്ന പല വേർഡ്സുകളും. ദാറ്റ്സ് വൈ ദേ സേ ദാറ്റ് ട്രാജഡി ഈസ് ഒറിജിനേറ്റ് ഫ്രം വേർ? Dorians or the Peloponnese. These linguistic differences, they argue, prove their early connection to tragedy. Explaining this regional claims the role of language, Aristotle mentioned that the language of a region played a role in shaping its art forms. Aristotle പറയുന്നുണ്ട്, the language of a region can is played a vital role in shaping its art forms. For example, words for performers or stages might differ between regions, reflecting how tragedy and comedy evolved there. അല്ലേ, നമുക്കറിയാം പെർഫോമൻസ് ആയാലും സ്റ്റേജ് ആയാലും അതിനൊക്കെ ഓരോ ടേംസിൽ വരുന്നുണ്ട്. ആ ടേംസുകളൊക്കെ വരുന്നത് ഏതെങ്കിലും റീജിയൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ റിഫ്ലക്റ്റിംഗ് ഹൗ ട്രാജഡി ആൻഡ് കോമഡി ഇവോൾവ്ഡ് ദെയർ. നമുക്ക് പറയാൻ പറ്റും കോമഡി ആയാലും ട്രാജഡിയും അവിടെ നിന്നാണ് ഇവോൾവ് ചെയ്ത് വന്നത് നമുക്ക് പറയാൻ കഴിയും. Then what about cultural differences? Comedy in democratic Megara likely flourished because of the freedom of expression in democracy. Why we say that the comedy is originated from Megara or Megarians? Because of the freedom of expression in a democracy. Democracy freedom of expression കൊണ്ടാണ് മെഗാര എന്നാണ് സാധനം വന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. Tragedy in the Peloponnese might have developed in a more structured and hierarchical society. Okay. Then നെക്സ്റ്റ് വൺ, ലാംഗ്വേജ് ആൻഡ് റീജിയണൽ ക്ലെയിംസ്. ഇനി അടുത്ത് പറഞ്ഞു പോകുന്നതാണ് എങ്ങനെയായിരിക്കണം ലാംഗ്വേജും ആൻഡ് റീജിയണൽ ക്ലെയിംസ് എങ്ങനെയായിരിക്കണം ഇത് ഒറിജിനേറ്റ് ചെയ്ത് പറയപ്പെടുന്ന ആ ഒരു പോയിൻ്റാണ് അടുത്ത് പറയുന്നത് അരിസ്റ്റോട്ടിൽ. ഡിഫറെൻറ്റ് വേർഡ്സ് ഫോർ ആക്ഷൻ. ദ ഡോറിയൻസ് ആൻഡ് എത്തേനിയൻസ്, two prominent groups in ancient Greece, used different words for action which reflects their cultural differences. Dorian's word dran. This word forms the root of drama, highlighting its connection to doing or acting. അതായത് ഡോറിയൻ വേർഡായ ഡ്രാൻ എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്നാണ് ഡ്രാമ എന്ന് പറയുന്ന വേർഡ് ഫോം ചെയ്തത്. സോ ഇറ്റ്സ് ഹൈലൈറ്റിംഗ് ഇറ്റ്സ് കണക്ഷൻ ടു ഡൂയിങ് ഓർ ആക്ടിങ്. ആൻഡ് അഥേനിയൻ വേർഡ് പാറ്റേൺ, the word also meaning doing, but its usage shows how regional languages evolved differently. So both the words that connected to the tragedy, Athenians ayalum, Dorians ayalum, they have used different types of words to denote the drama. The Megarian claim for comedy. Why were comedians called comedians? എന്തുകൊണ്ടാണ് comedians called എന്തുകൊണ്ടാണ് comedianമാരെ നമ്മൾ comedy വിളിക്കാൻ കാരണം? That is the meaning. That is a thing. According to the Megarians, comedians were not named for revealing, which implies celebratory
rowdy behavior as was often assumed. Instead, they argue comedians were wandering performers traveling from village to village because they were excluded from cities. ഇപ്പോൾ പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ കൊമേഡിയൻസ് വിളിക്കുക കാരണം എന്തുകൊണ്ട് വിളിക്കുകയാണ് കാരണം ബിക്കോസ് കൊമേഡിയൻസ് വെർ വാണ്ടറിങ് പെർഫോമേഴ്സ് ട്രാവലിംഗ് ഫ്രം വില്ലേജ് ടു വില്ലേജ്. ഇവർ ഒരു വില്ലേജിൽ നിന്നും ഒരു പെർഫോമൻസ് കഴിഞ്ഞ് അടുത്ത വില്ലേജിലേക്ക് മാറി പോകുന്ന അസിസ്റ്റാണ് അവർക്കുണ്ടായത്. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് വാട്ട് comedians. This exclusion might have forced comedians to perform for rural audiences, shaping the early comedic tradition. അതുകൊണ്ടാണ് ഇവരെന്ത് പറയുന്നത്, ദിസ് എക്സ്ക്ലൂഷൻ മൈറ്റ് ഹാവ് ഫോഴ്സ്ഡ് കൊമേഡിയൻസ് ടു പെർഫോം ഫോർ റൂറൽ ഓഡിയൻസ്. റൂറൽ ഓഡിയൻസിന് വേണ്ടിയിട്ടായിരിക്കും അവരുടെ ഇത് പെർഫോമൻസ് മൊത്തം വന്നിട്ടുണ്ടാവുക. സോ ദാറ്റ്സ് വൈ ദേ കോൾഡ് ആസ് കൊമേഡിയൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ 3 നമ്മുടെ അരിസ്റ്റോട്ടിൽ കാര്യമായി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സുകൾ. ഓക്കെ, സോ വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.